ഇൻസ്റ്റഗ്രാമയുടെ കോച്ചിങ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം പഠിക്കുന്നതിനാൽ ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ എൻഎസ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാരണം എനിക്ക് ആ ടൈം മാനേജ്മെന്റ് നന്നായി കൊണ്ടുപോകാൻ സാധിച്ചു. മാത്രമല്ല നേരത്തെ പറഞ്ഞതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നത് എൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് എൻഎസ് അക്കാഡമിയുടെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തതുകൊണ്ട് എനിക്ക് ആക്യുറസിയും സ്പീഡും വർദ്ധിപ്പിക്കാനും സാധിച്ചു. ഹലോ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് ടോപ്പേഴ്സ് ടോക്കിൽ നമ്മളോടൊപ്പം അഖിൽ ജയാണ്. റീസെന്റ് ആയിട്ട് കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത 5 ഇലക്ട്രിക്കൽ ബേസ്ഡ് ടെക്നിക്കൽ എക്സാമുകളിൽ ഇദ്ദേഹം ഉയർന്ന റാങ്ക് ഹോൾഡർ ആണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ സ്ട്രീമിൽ ഫസ്റ്റ് റാങ്ക് നേടുകയുണ്ടായി. പോളിടെക്നിക് ലെക്ചർ ടെസ്റ്റിയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇദ്ദേഹം 3rd റാങ്ക് നേടുകയുണ്ടായി. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ 15th റാങ്ക് ഹോൾഡർ ആണ്. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ 14th റാങ്ക് ഹോൾഡർ ആണ്. KSB അസിസ്റ്റന്റ് എഞ്ചിനീയർ 12th റാങ്ക് ഹോൾഡർ ആണ്. അപ്പോൾ ഈ ഒരു സെഷൻ എന്തായാലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. അഖിൽ ജി എങ്ങനെയാണ് പ്രിപ്പറേഷൻ കൊണ്ടുപോയത്, ജോലിയോടൊപ്പം പ്രിപ്പറേഷൻ കൊണ്ടുപോയത്, എന്തായാലും അദ്ദേഹത്തിന്റെ സ്റ്റഡി സ്ട്രാറ്റജി എല്ലാം നമ്മൾ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെൽക്കം അഖിൽ ജി ടു ദ സെഷൻ. താങ്ക് യു. ഇപ്പോൾ അഖിലിന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഒന്ന് തരാം. എൻ്റെ പേര് അഖിൽ. ഞാൻ ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങൽ സ്വദേശിയാണ്. ഞാൻ ബിടെക് സിഇറ്റിയിൽ നിന്നായിരുന്നു. എംടെക്കും സിഇറ്റിയിൽ പഠിച്ചു. അതിനുശേഷം എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസിൽ 3 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഞാൻ PWD ഇലക്ട്രിക്കൽ വിങ്ങില് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അഖിൽ ഓൾറെഡി ഒരു സിവിൽ സർവന്റ് ആണ്. അപ്പോൾ ഇലക്ഷൻ പോളിടെക്നിക്കിന്റെ വിജ്ഞാപനം വന്നപ്പോൾ ടീച്ചിങ് പോസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായത്? തീർച്ചയായും ടീച്ചിങ് പോസ്റ്റ് എനിക്ക് പാഷനുള്ളൊരു ഫീൽഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബിടെക് കഴിഞ്ഞ ഉടനെ എംടെക്കിന് പോയത്. അത് കഴിഞ്ഞ് മറ്റൊരു ജോലിക്ക് പോയെങ്കിലും ടീച്ചിങ്ങിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ പോളി ലെക്ചറിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്, അതിനുവേണ്ടി ശ്രമിച്ചത്. ഇപ്പോഴാകി തയ്യാറെടുപ്പിൽ നേരിട്ട പ്രധാന വെല്ലുവിളി എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാം. തീർച്ചയായും ഞാൻ ഈ പോളി ലെക്ചറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ റെയിൽവേയിൽ JE ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ JE പോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഉത്തരവാദിത്തമുള്ളതുമാണ്, അതുപോലെ കുറച്ച് ടഫുമാണ്. ടഫ് മീൻസ് കുറച്ച് അധികം ടൈം നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് പഠനത്തിന് വേണ്ടിയുള്ള ടൈം കണ്ടെത്തുക, അതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് വർക്ക് ചെയ്യുകയും വേണം, പഠിക്കാൻ വേണ്ടി ടൈമും കണ്ടെത്തണം. അത് എന്നെ സംബന്ധിച്ച് കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ടൈം ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ഒന്നും പ്രിപ്പറേഷന് വേണ്ടി മറ്റു ലീവുകളൊന്നും എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഖിലിന്റെ ഈ ഒരു ടെസ്റ്റിമോണി വളരെ വലിയൊരു പ്രചോദനമാവുമെന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് റെയിൽവേ പോലുള്ള ഒരു ടഫ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ എക്സാമിന് വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുന്നതും ടോപ്പ് റാങ്കിൽ അദ്ദേഹം ഇടം പിടിക്കുന്നതും. കാരണം കുറെ അധികം കോഴ്സ് നമുക്ക് വരാറുണ്ട്. ഒരു വലിയ നീണ്ട കരിയർ ഗ്യാപ്പിന് ശേഷം തയ്യാറെടുത്ത് വരുന്ന സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നത് എന്നെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ IT മേഖലകളിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബിലും അല്ലെങ്കിൽ വിദേശത്തും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മൾ ഓൺലൈൻ കോച്ചിങ്ങിനൊക്കെ ഇതേപോലെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾക്ക് രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ? എല്ലാവരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. ചിലവർക്ക് കരിയർ ഗ്യാപ്പും, ചിലവർക്ക് ഇതേപോലെ ജോലിക്ക് ഒപ്പം തയ്യാറെടുക്കുന്നവർ, അതേപോലെ തന്നെ പഠിച്ചിറങ്ങി ആദ്യ എക്സാമുകളിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ. അപ്പോൾ ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ് ഒക്കെ എല്ലാവർക്കും പ്രചോദനമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോബ് ആസ്പിറന്റ് ആണോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ? നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ഇതേപോലുള്ള വിജയങ്ങൾ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഹാറ്റ്സ് ഓഫ് ടു മാൻ. എന്തായാലും തന്റെ ഒരു പാഷനറ്റ് ആയിട്ടുള്ള ജോബിന് വേണ്ടി ഒരു ജോലിയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ല ഹാർഡ് വർക്ക് എടുത്ത് ആ ഒരു സക്സസ് അച്ചീവ് ചെയ്തതിന് എല്ലാ തരത്തിലും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും നമ്മുടെ മെന്ററിന്റെ പേരിലും നമ്മുടെ ഫാക്കൽറ്റി കമ്മ്യൂണിറ്റിയുടെ പേരിലും ആശംസകൾ അറിയിക്കുക. ഇപ്പോൾ അഖിൽ എങ്ങനെയായിരുന്നു ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയത്? ഞാൻ വർക്ക് കഴിഞ്ഞ് ബാക്കി വരുന്ന ടൈം മാക്സിമം എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. അതായത് വർക്ക് ഡെയിലി ഏകദേശം രാത്രി 7 മണി വരെയൊക്കെ വർക്ക് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂർ ഡെയിലി എക്സാമിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. കൂടാതെ പബ്ലിക് ഹോളിഡേയ്സ്, സൺഡേസ് ഒക്കെ ടൈമിൽ കൂടുതൽ ടൈം എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കും. അതായത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വീഡിയോ കാണും, ആ വീഡിയോയിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യും,
എന്നിട്ട് എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പോർഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ചെയ്യുന്നത് മോഡൽ എക്സാമുകളും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനും പിന്നെ എന്തെങ്കിലും റിവൈസ് ചെയ്യാനുള്ളത് ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് റിവൈസ് ചെയ്യുക, അങ്ങനെയുള്ള ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും റാങ്ക് മേക്കിംഗ് ടിപ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവയുടെ ആക്യുറസിയും പ്രധാനമാണ്. കാരണം നമ്മുടെ PSC എക്സാമിന് നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ചെയ്തത് മാക്സിമം ഓൺലൈൻ എക്സാംസ് ഞാൻ ചെയ്തു നോക്കിയിരുന്നു. കൂടാതെ അക്കാഡമിയിൽ നിന്നുള്ള ഓൺലൈൻ എക്സാമിന് പുറമെ കഴിയുന്നത്ര സോഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചെയ്തു അവ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. കാരണം നമുക്ക് എവിടെയാണ് ടൈം മാനേജ്മെന്റിൽ പ്രോബ്ലം ഉള്ളത്, ആക്യുറസി പോകുന്നുണ്ടോ, അതെല്ലാം ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി അവ ട്രാക്ക് ചെയ്യുകയും കൂടെ ചെയ്യുമായിരുന്നു. അതാണ് ഞാൻ പ്രധാനമായും യൂസ് ചെയ്ത ഒരു ടിപ്പ്. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥകൾ ഇത് കൃത്യമായി ഒന്ന് നോട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഉപരി നിങ്ങൾ എന്തെല്ലാം പ്രാക്ടീസ് നിങ്ങളുടെ ത്രൂ പ്രോസസ്സിൽ ഈ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് വളരെ വലിയൊരു പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ പെർഫോമൻസ് എപ്പോഴും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ, മീഡിയം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടോ, ഒപ്പം തന്നെ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്പീഡും ആക്യുറസിയും ഒക്കെ നിൽക്കുന്നു. അപ്പൊ അത് ദിനംതോറും ആ സ്പീഡും ആക്യുറസിയും ലെവൽസ് കൂടി വരണം. ഇതിനുശേഷം നമ്മൾ അവസാനം അറ്റൻഡ് ചെയ്യുന്ന മോഡൽ എക്സാംസുകളിൽ നമ്മുടെ പെർഫോമൻസ് എത്രയുണ്ട്, ഇതെല്ലാം അനലൈസ് ചെയ്ത് നമ്മളെ ഒന്ന് ഡേ ബൈ ഡേ ഇംപ്രൂവ് ചെയ്തതിന് ശേഷം വളരെ കോൺഫിഡന്റ് ആയിട്ട് വേണം നമ്മൾ എക്സാം ഹോളിൽ ചെല്ലാൻ. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ കോച്ചിങ് പ്രോഗ്രാംസിൽ മെന്റേഴ്സ് നിരന്തരമായി നമ്മുടെ ഉദ്യോഗസ്ഥരോടും സ്റ്റുഡൻസിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. വലിയൊരു സന്തോഷം നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പറയുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്നു, അതേപോലെ വലിയൊരു സക്സസ് നേടുന്നു. വീണ്ടും അവര് ഒരു സക്സസ് സ്റ്റോറിയിൽ ഇതേപോലുള്ള ടെസ്റ്റ് മണി നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നിങ്ങൾ PSC എക്സാമിന് വേണ്ടിയാണ്, നിങ്ങളുടെ PSC എക്സാമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം പോർഷൻ കവർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കൂടുതലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ എക്സാം ഒരുപക്ഷെ ടഫ് ആയിരിക്കാം, ചിലപ്പോൾ എളുപ്പമായിരിക്കാം. ഈ രണ്ട് തരത്തിൽ വന്നാലും നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കരുത്, ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനും റിവിഷനും വേണ്ടി സമയം കണ്ടെത്താവുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് അഖിൽ പറഞ്ഞത്. കാരണം PSCയുടെ ഒരു പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോഴ് ചില ഉദ്യോഗാർത്ഥികൾ വളരെ പാടാ എന്നുള്ള രീതിയിൽ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ, ഹാർഡ് ക്വസ്റ്റ്യൻസിൽ മാത്രം ഫോക്കസ് ചെയ്ത് എക്സാമിന് പോയി അവിടെ ചെല്ലുന്ന സമയത്ത് ഈസി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അവർക്ക് അഡ്വാൻറ്റേജ് പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ഈസി എക്സാം ആയിരിക്കും PSC ഗേറ്റ് ലെവൽ പോലെ അത്ര ടഫ് അല്ല എന്നുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ട് കണ്ട് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്ക് ചില സമയങ്ങളിൽ വളരെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് അവർക്ക് കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് ലഭിക്കാതെ പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഖില് പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. എക്സാമിന്റെ ടഫ്നെസ്സോ ലെവലോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് രീതിയിലുള്ള എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് പോവുക. ആ എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുക. ഒപ്പം വേറെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നമ്മൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത് വൺസ് നോട്ടിഫിക്കേഷൻ എക്സാം ഡേറ്റ് ഒക്കെ അനൗൺസ് ആയി കഴിഞ്ഞാൽ പോർഷൻ കവർ ചെയ്യുന്നതൊന്നും ആയിരിക്കും നമ്മുടെ ലക്ഷ്യം, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ പറയാമോ? മോട്ടിവേഷൻ ഞാൻ തന്നെയാണ് മോട്ടിവേഷൻ. കാരണം ബിടെക് സമയത്ത് ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു. എന്നാൽ ടീച്ചിങ്ങിനോട് പാഷൻ ഉള്ളത് കൊണ്ടും ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്നുള്ളത് കൊണ്ടും ഞാൻ എംടെക്കിന് പോയി. എംടെക്കിന് അത്യാവശ്യം നന്നായി പഠിച്ചു. അത് കഴിഞ്ഞ് പുതിയ PSC എക്സാമുകൾ വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിടെക്കിനോ എംടെക്കിനോ എങ്ങനെ പഠിച്ചു എന്നതുള്ള കാര്യമല്ല,
മറ്റൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, അത് വളരെ ഒരു എന്താണ് ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു ടോക്കാണ്. ബിക്കോസ് ചില ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, എനിക്ക് ബിടെക്കിന് കാര്യമായിട്ടുള്ള പെർസെന്റേജ് മാർക്ക് ഇല്ല, എത്രത്തോളം എന്നെ കൊണ്ട് ഈ എക്സാമിനൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരൊക്കെയാണോ ഒരു ലോങ് ടൈമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, എത്രത്തോളം അവർ പാഷനേറ്റ് ആണ്, അവരുടെ ഹാർഡ് വർക്കും ഉണ്ട്, അവർക്ക് വരുന്ന പോരായ്മകളൊക്കെ അവർ കവർ ചെയ്തിട്ട് വലിയൊരു വിജയം നേടുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ അഖിലിന്റെ ഒരു പ്രൊഫൈല് വളരെ മികച്ച ഒരു പ്രൊഫൈലാണ്. കാരണം റീസെന്റ് ആയിട്ട് വന്ന എല്ലാ PSC എക്സാംസിലും നിങ്ങൾ ടോപ്പ് റാങ്ക് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാനിത് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളുടെ ഊഴമാണ്. ഓക്കെ, അപ്പോൾ അഖിൽ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏണസ്റ്റ് അക്കാഡമിയുടെ കോച്ചിങ് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി? ഏണസ്റ്റ് അക്കാഡമിയുടെ കോച്ചിങ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം പഠിക്കുന്നതിനാൽ ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ കാരണം എനിക്ക് ആ ടൈം മാനേജ്മെന്റ് നന്നായി കൊണ്ടുപോകാൻ സാധിച്ചു. മാത്രമല്ല, നേരത്തെ പറഞ്ഞതാണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നത് എൻ്റെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തതുകൊണ്ട് എനിക്ക് ആക്യുറസിയും സ്പീഡും വർദ്ധിപ്പിക്കാനും സാധിച്ചു. അപ്പോൾ എന്തായാലും അഖിലിന്റെ ഈ ഒരു സക്സസ് സ്റ്റോറി, ടോപ്പ് സ്റ്റോക്ക് വളരെ നമ്മുടെ സ്റ്റുഡൻസിനും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് RRBയിൽ JEE പോലുള്ള ഒരു ജോബിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് PSC ടെക്നിക്കൽ എക്സാംസുകളുടെ കുറെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആ എക്സാംസുകളിലെല്ലാം തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന ജോബിനോടൊപ്പം തന്നെ ആ എക്സാംസുകളൊക്കെ അദ്ദേഹത്തിന് എഴുതാനും വലിയ ഉയർന്ന റാങ്കുകൾ നേടാനും സാധിച്ചു. ഇതിലൊരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്റെ ഡ്രീം ജോബായിട്ടിരുന്ന ടീച്ചിങ്ങിലേക്കുള്ള 2 എക്സാമുകൾ അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അതിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൽ ഫസ്റ്റ് റാങ്ക് നേടി, പോളിടെക്നിക്കൽ ലെക്ചറിന് 3rd റാങ്ക് നേടി. ഉറപ്പായും എന്തായാലും അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അഡ്വൈസ് ലഭിച്ച് ആ ജോബിൽ തന്നെ ആയിരിക്കും അഖിൽ പ്രവേശിക്കുക. അപ്പോൾ എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. താങ്ക്സ് ഫോർ ദ ഗ്രേറ്റ് സെഷൻ അഖിൽ. താങ്ക് യു സാർ. ഓക്കെ.